കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം പ്രതീക്ഷ കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവവചനം ചിന്തിക്കാൻ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. തുടർമാനമായി നാം വായിച്ചു വരുന്നതായ വിശുദ്ധ യൂദായുടെ ലേഖനം എൻ്റെ 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവെയുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നത് നിങ്ങൾക്ക് എഴുതണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇൻസ്പൈറ്റ് ചെയ്യുന്നു, ഉത്തേജിപ്പിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ വചനവുമായി അവിടുത്തെ സന്നിധിയിലേക്ക് എളിയവർ കടന്നു വന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എക്സോഡസ് മീഡിയ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിലൂടെ ഇടതടവില്ലാതെ അവിടുത്തെ വചനം പ്രഘോഷിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. കേൾവിക്കാരായ എല്ലാ അനുവാചകർക്കുമായി അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് സഹായിക്കണമേ. ഈ വചന കേൾവി എളിയവർക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമഹത്തിനായി ഉപയോഗിക്കണമേ. മഹത്വം അങ്ങേക്ക് തരുന്നു. മശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു. തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും എന്നുമെന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. രാവിലും പകലിലും ചേലഴുതൻ പാലനം. ഈ രാവിലും പകലിലും ചേലൊടുതൻ പാലനം. എനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. ഭൂവിയിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലോകത്തിലെ വെയിൽ സാധാരണ സൂര്യന്റെ വെയിലല്ല. അതിനെക്കുറിച്ചാണെങ്കിൽ തന്നെ എൻ്റെ മറുഭാഗത്ത് നാം ചിന്തിക്കുന്ന വേദഭാഗത്തോട് താതാത്മ്യം ചെയ്യുമ്പോൾ നാം പാർക്കുന്ന ഈ ഭൂമിയിൽ പലതരം ഉപദേശങ്ങളാൽ മനുഷ്യർ കുഴങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു വല്ലാത്ത അനുഭവത്തിലായിരിക്കും. അതിന് നടുവിൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. സ്തോത്രം. ഞാൻ ഓർക്കുന്നു, മുൻകാലങ്ങളിൽ കേട്ട ഒരു കഥയാണ്. ഒരു വീട്ടിലൊരു അപ്പച്ചനുണ്ട്. അദ്ദേഹത്തിന് മക്കൾ പലരുണ്ട്. അതിൽ ഒരു മകനോടൊപ്പമാണ് അപ്പച്ചൻ കുടുംബത്തെ തറവാടി താമസിക്കുന്നത്. ആ മകന്റെ പേര് മത്തായിക്കുട്ടി എന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം അവിടെ ആ ദേശത്തെ പ്രമുഖന അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാള്, സാമുദായികപരമായിട്ട് വേണ്ടപ്പെട്ട എല്ലാ തരത്തിലും വേണ്ടപ്പെട്ടതായ ഒരാൾ ആ വീട്ടിൽ വന്നപ്പോൾ ഈ അപ്പച്ചൻ വന്ന ആളോടൊരു പരാതി പറഞ്ഞു. അതിങ്ങനെയാണ്: എന്ത് ചെയ്യാനാ, എന്നെ നോക്കാൻ എന്നോടൊപ്പം നിൽക്കുന്ന ഈ മകൻ എല്ലാം ചെയ്യും. ആഹാരം, വസ്ത്രം, എന്നെ കുളിപ്പിക്കുന്നു, എല്ലാ കാര്യവും. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ഞാൻ വിളിച്ചാൽ നമ്മൾ അടുത്ത് വരിക.
അപ്പോൾ വന്നയാൾക്ക് വളരെ അതിശയം തോന്നി. അതെന്താ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇവൻ വിളിച്ചാൽ വരുന്നില്ലേ, പിന്നെ എപ്പോഴൊക്കെ ചെയ്യുന്നത്? അവൻ ചോദിച്ചു, എന്താ പേരാണ്? പേര് മത്തായിക്കുട്ടി എന്നാ. ഇദ്ദേഹം മത്തായിക്കുട്ടി എന്ന് വിളിച്ചു. 1-2 പ്രാവശ്യം വിളിച്ചു വെച്ച് അത് എഴുതിയിരുന്നു. അപ്പം ഈ മകൻ അവിടെ ഉണ്ട്, അവനെ വിളിച്ചു ചോദിച്ചു, മോനെ നിന്നെ കുറിച്ച് അപ്പച്ചനൊരു പരാതി പറയാനുണ്ടല്ലോ. എന്താ പരാതി? അത് നീ വിളിച്ചാൽ വരുന്നില്ല, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ശുശ്രൂഷിക്കുന്നുണ്ട്, നല്ല കാര്യം, സന്തോഷമുണ്ട്, പക്ഷെ നീ വിളിച്ചാൽ വരുന്നില്ല എന്ന് കേൾക്ക്. എന്താ കാര്യം? അമ്മേനപ്പറ്റും ആ മനുഷ്യൻ പറഞ്ഞു, അതാണോ കാര്യം? അതിനെ ഞങ്ങളുടെ വീട്ടിലൊരു തത്തയുണ്ട്, അത് സംസാരിക്കുന്ന അത്യാവശ്യം ചില വാക്കുകളൊക്കെ പറയും. എന്നെ ഈ മത്തായിക്കുട്ടി എന്ന് വിളിക്കും, എൻ്റെ പേരും വിളിക്കും. പലപ്പോഴും ആ തത്ത വിളിക്കുന്ന കേട്ടോ മത്തായിക്കുട്ടി മത്തായിക്കുട്ടി എന്നുള്ള വിളി കേട്ടിട്ട് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് ചോദിക്കും, അപ്പച്ചൻ വിളിച്ചോ? അപ്പൊ അപ്പച്ചനല്ല വിളിച്ചിരിക്കുന്നത്. മകൻ തിരിച്ചു പോകും, പിന്നെയും വിളിക്കും മത്തായിക്കുട്ടി. മത്തായിക്കുട്ടി ചെല്ലുമ്പോ അപ്പച്ചൻ വിളിച്ചോ? ഇല്ല. ചുരുക്കത്തിൽ ഈ മകന് അപ്പച്ചനാണോ വിളിക്കുന്നതോ തത്തയാണോ വിളിക്കുന്നുള്ളത് മനസ്സിലാകാത്തതുകൊണ്ട്, തിരിയാത്തത് കൊണ്ട് പലപ്പോഴും ആ തത്തയാ വിളിച്ചെന്ന് കരുതി അപ്പച്ചൻ വിളിക്കുമ്പോൾ ആ വിളിയെ അവഗണിക്കുന്നു. ഇതാ സംഭവിച്ചത്. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പച്ചന്റെ വിളി തിരിച്ചറിയാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് മനുഷ്യർ ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, എന്തും ചെയ്യാൻ തയ്യാറാ. അതുകൊണ്ടാണ് മലകൾ കയറുന്നു, അത്യാവശ്യം വന്നാൽ കുരിശേ വരെ കയറാൻ ആളുണ്ട്, ദീർഘ യാത്ര, തീർത്ഥയാത്ര നടത്താൻ ആളുണ്ട്, അത് പാദരക്ഷയില്ലാതെ നോയിമ്പോടുകൂടി ഇങ്ങനെയൊക്കെ പലതും തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഈ വിളിച്ചിരിക്കുന്നത് ദൈവം അല്ല എന്ന് തിരിച്ചറിയുന്നില്ല. കാരണം ദൈവത്തിന്റെ പേര് പറഞ്ഞ ജനത്തെ വിളിക്കുന്നു. അതെല്ലാ കാലത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഈ വർത്തമാനകാലത്ത് മാത്രമല്ല, മുൻ ഭൂതകാലത്തും അങ്ങനെ സംഭവിച്ചിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം, ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. പ്രാർത്ഥനാപൂർവം നമുക്ക് വചന കേൾവിയിലേക്ക് പോകാം. അതിനാധാരമായിട്ട് ദിനവൃത്താന്തങ്ങളുടെ ഒന്ന് ദിനവൃത്താന്തം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനെ ഒരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാനും തനിക്ക് എന്നും ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് യഹോവയുടെ പെട്ടകം, ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പെട്ടകം സംബന്ധിച്ചൊരു വിഷയമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട മരുഭൂമിയിൽ എത്തിയപ്പോൾ ദൈവം ആവശ്യപ്പെട്ട പണിയുവാൻ പറഞ്ഞതായ ദൈവത്തിന്റെ നിവാസമായ ഒരു കാര്യമാണ് ഒരു പെട്ടകം. അതിനകത്ത് 1-2-3 സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഒന്ന്, 10 കൽപ്പനകൾ അടങ്ങിയതായ 2 കൽപ്പലകകൾ, മന്ന ഇട്ടു വച്ചിരുന്നതായ പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി. ഈ 3 കൂട്ടം സാധനങ്ങൾ സൂക്ഷിച്ച് കൊണ്ടുപോകത്തക്കവണ്ണം ദൈവം ആവശ്യപ്പെട്ട് പണിതതായ ഒരു പെട്ടകം. അതിനെക്കുറിച്ച് ഒത്തിരി വിവരിക്കുകയാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആ പെട്ടകം ഇസ്രായേൽ മക്കൾ മരുഭൂമി മുതൽ ചുമക്കാൻ തുടങ്ങി. അവരുടെ ജീവിതയാത്രയിൽ ആ പെട്ടകം അവരെ ഒത്തിരി സഹായിച്ചു. പ്രത്യേകിച്ച് അവരെ സഹായിച്ചത് യോർദാൻ കടന്ന് കനാനിലേക്ക് കയറുന്ന സമയത്താണ്. അപ്പൊ യോർദാൻ കടന്ന് കനാനിലേക്ക് കടക്കാൻ വന്നപ്പോൾ അവിടെ അവര് കണ്ടത്
കൊയ്ത്തുകാലത്തും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ അതങ്ങനെ ഏത് സമയത്തും കരകവിഞ്ഞൊഴുകും. അതിനെക്കുറിച്ച് വിശദീകരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കൊയ്ത്ത് അങ്ങനെ എല്ലാ സമയത്തും, സീസണിലും അല്ലാത്ത സമയത്തും എല്ലാം കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ കടന്നു വേണം ഇവർ വാഗ്ദത്ത കനാൻ നാട്ടിലേക്ക് എത്താൻ. അന്ന് യോശുവയാണ് നേതാവായിരിക്കുന്നത്. മോശയെല്ലാം കാലം ചെയ്തു പോയി, കഴിഞ്ഞു പോയി. അപ്പം ദൈവം യോശുവയോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകവുമായി മുൻപിൽ നടക്കട്ടെ. ആ പുരോഹിതന്മാരുടെ കാല് യോർദാൻ നദിയിൽ ചവിട്ടുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. അവരാദ്യം നദി കടന്നു പോകണം. നദി കടന്ന് പകുതി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിൽക്കണം. അപ്പോൾ വെള്ളം മാറിക്കഴിഞ്ഞിരിക്കും. അതിലൂടെ ജനങ്ങളെല്ലാം അക്കരെ കടക്കണം. അക്കരെ കടന്ന ശേഷം എല്ലാവരും കടന്ന ശേഷം അവർക്ക് പുറകിലായി പുരോഹിതന്മാർ ഈ പെട്ടകവുമായി കരയ്ക്ക് കയറണം. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ കാര്യം നടന്നു. തുടർന്ന് പെട്ടകമായി പോയെങ്കിലും പെട്ടകം ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പെട്ടകം നഷ്ടപ്പെട്ട 2 പേരുടെ വീടുകളിൽ ദൈവത്തിന്റെ പെട്ടകം ഇരിപ്പാനിടയായി. വീടുകളിൽ പിന്നെ കുറച്ചു സമയത്തേക്ക് പെട്ടകം ദാഗോൻ എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക ദൈവത്തിന്റെ അമ്പലത്തിനകത്ത് കൊണ്ടുവെക്കേണ്ടി വന്നു. അവിടെ ആ പെട്ടകം ബുദ്ധിമുട്ടായപ്പോഴാണ് പിന്നെ അവിടുന്ന് കുന്നിന്മേലുള്ള അഭിനാദാവിന്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം കൊണ്ടുപോകാൻ തൊഴിലായിട്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ദൈവത്തിന്റെ പെട്ടകം ഇത് ശരിയല്ലാതെ ചുമക്കുന്നിടത്ത് ചെല്ലുന്നിടത്തെല്ലാം പെട്ടകം ഗുണത്തേക്കാൾ അനുഗ്രഹത്തേക്കാൾ ഏറെ കഷ്ടവും തിന്മയും ഒക്കെ വരാൻ സാധിക്കും. പെട്ടകം നിമിത്തം നന്മയ്ക്ക് പകരം തിന്മ അനുഭവിക്കാൻ തുടങ്ങും. ഐശ്വര്യത്തിന് പകരം കഷ്ടത അനുഭവിക്കാൻ തുടങ്ങും. പെട്ടകം ഇരിക്കേണ്ടിടത്തല്ലാതെ ഇരുന്നത് കൊണ്ട് പെട്ടകം നിമിത്തം അത് ആരെല്ലാം അങ്ങനെ കൊണ്ടുപോയോ അവരെല്ലാം കഷ്ടത അനുഭവിച്ചു. അത് ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ തന്നെ. ഒരിക്കലും അവർ വിചാരിച്ചു, ഞങ്ങൾ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഇപ്പൊ തോറ്റു നിൽക്കുക, ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പെട്ടകം ഇവിടെ വന്നാൽ ഞങ്ങൾ ജയിക്കുമല്ലോ എന്നൊരു ധാരണ ഏലി പുരോഹിതന്റെ കാലത്തുണ്ടായി. അദ്ദേഹത്തിന്റെ 2 മക്കളായ ഹൊഫ്നിയും ഫിനെഹാസും പെട്ടകത്തിന് അകമ്പടിയായി പോയി. ആ പെട്ടകം ഇരിക്കുന്ന കൂടാരത്തിനകത്ത് സകല ദോഷവും ചെയ്ത് കഴിഞ്ഞുകൂടുന്ന ആ 2 യുവ സ്നേഹിതന്മാർ, ഏലി പുരോഹിതന്റെ മക്കൾ, അവരുടെ ദോഷ ജീവിത വശങ്ങളുമായി ദൈവത്തിന്റെ പെട്ടകത്തിന് അകമ്പടി സേവിക്കുക. ആ പെട്ടകം അത് കാണിക്കുന്നത് മഹാദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെയാണ്. ദൈവം അതുമേൽ വസിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്നു. ചെങ്കടലിനെ വിഭാഗിച്ച, മിസ്രൈമിൽ അത്ഭുതങ്ങൾ ചെയ്ത മോശയുടെ തടുത്ത വടിയതിനകത്തുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പാർത്ത കാലത്ത് കനാൻ നാട്ടിൽ എത്തുമ്പോൾ അവർ കഴിച്ച മന്നായുടെ ഓർമ്മയ്ക്ക് വേണ്ടി അതിൽ കുറെ എടുത്ത് വെച്ചിരിക്കുന്ന പൊൻപാത്രത്തിലിട്ട് അതിനകത്തിരിപ്പുണ്ട്. ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകൾ, അതെഴുതിയ 2 കൽപ്പനകൾ ഇതിനകത്തുണ്ട്. ഇങ്ങനെ 3 കൂട്ടം കാര്യങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിൽ, മനുഷ്യനുള്ള ബന്ധത്തിൽ ഏറ്റവും അതിപ്രധാനമായ 3 കാര്യങ്ങൾ ഇരിക്കുന്നതായ ആ പെട്ടകം ഇസ്രായേൽ മക്കൾ തോറ്റു. ഇനിയും ഒരവസരം കൊണ്ടുണ്ട്. അതിനകത്തെങ്കിലും ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പെട്ടകം നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ ജയിക്കുമെന്നൊരു മിഥ്യാധാരണ ഈ ഇസ്രായേൽ മക്കൾക്കുണ്ടായി. പ്രമാണം അനുസരിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തിന്റെ വഴിയിലേക്ക് നടക്കുന്നില്ല, സകല അധർമ്മവും സകല ദോഷവും ചെയ്തിട്ട് അവർക്ക് കേടൊന്നും ഭവിച്ചില്ല.
എന്നിട്ട് ഒരു പെട്ടകം ആയിട്ടുള്ള ബന്ധത്തിലാണ് പോകുന്നത്. പെട്ടകം പാർക്കുന്ന ആ കൂടാരത്തിനകത്ത് തന്നെ അവരായിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴും യുദ്ധം വന്നപ്പോഴത്തേക്ക് ഏലി പുരോഹിതന് പോകാൻ മേല. അദ്ദേഹത്തിന് വാർദ്ധക്യമായി. ഒന്നാമത് അദ്ദേഹം ഭയങ്കര വണ്ണമുള്ള മനുഷ്യനായിരുന്നു. പിന്നെ വാർദ്ധക്യത്തിൽ അത് പോരാഞ്ഞിട്ട് കണ്ണ് കാണാൻ മേല. കണ്ണു കാണാത്തവനായ മനുഷ്യൻ മക്കളെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാതെ വളർത്തുന്നു. മക്കളുടെ സകല ദോഷത്തിനും കൂട്ടു നിൽക്കുന്നു. അപ്പോൾ തന്നെ കണ്ണില്ലേലും, ഒറ്റക്കണ്ണിനല്ല കേട്ടോ, രണ്ട് കണ്ണും കാണത്തില്ല, എങ്കിലും നേരെ ഏതാണ്ടൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലാണ് കണ്ണുനീരോട് കരഞ്ഞ പ്രാർത്ഥിച്ച ഹന്നായെ അദ്ദേഹം ആ ഒരു പഴി പറഞ്ഞത്. മദ്യപിക്കാത്ത ദൈവമുൻപാകെ ഹൃദയം പകർന്ന ആ സഹോദരിയെ ഇനി പറയാനൊന്നുമില്ല. കാഴ്ചയില്ലെങ്കിലും അദ്ദേഹം തീർക്കാൻ മിടുക്കനായിരുന്നു. അന്ന് ഈ പാട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ വരണേ വരണേ എന്നൊക്കെ വേണേ പാടിക്കളഞ്ഞേനെ അദ്ദേഹം. കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്താ, പാട്ട് ശക്തമായിട്ട് പാടുക. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ആത്മനിറമുള്ള സഹോദരനെയും സഹോദരിയെയും പഴിക്കുകയും. സ്തോത്രം. പ്രിയമുള്ളവരെ, അന്നും ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അങ്ങനെ ഇരിക്കവെയാണ് കാഴ്ചയില്ലാത്ത, സ്ഥൂലിച്ച, വണ്ണം കൂടിയ, തിന്ന് കൊഴുത്ത, ഓവർകോട്ട് വിട്ട, മേൽവസ്ത്രമൊക്കെ ധരിച്ചതായ മനുഷ്യൻ കൂടെ പോകാതെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന്റെ മക്കൾ ഖൊഫ്നിയും ഫിൻഹാസും അവർ വാളും പരിചയൊക്കെ പിടിച്ച് പെട്ടകത്തിന് പുറകെ പോയിരിക്കുക. വാളും പരിചയ അല്ലെങ്കിൽ ധൂപക്കുറ്റിയും അന്നുണ്ടായ സാധന സാമഗ്രികളെല്ലാം പുരോഹിതന്മാർക്ക് ഉപയോഗിക്കാനുള്ളതെല്ലാം പിടിച്ചോണ്ട് പെട്ടകത്തിന് പുറകെ പോകും. യുദ്ധമുഖത്ത് പെട്ടകം അവരെ രക്ഷിച്ചില്ല. പെട്ടകത്തിൽ വസിക്കുന്ന ദൈവശക്തി അവരെ സഹായിച്ചില്ല. ഇസ്രായേൽ മക്കൾ അമ്പെ പരാജയപ്പെട്ടു പോയി. വലിയൊരു സംഹാരം നടന്നു. ശത്രുക്കൾ അവരെ കൊള്ളയടിച്ചു. കൂട്ടത്തിൽ ദൈവത്തിന്റെ പെട്ടകവും അവർ ചുമന്നുകൊണ്ട് പോയി. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചപ്പോൾ അനേകരും മരിച്ചു പോയപ്പോൾ ഏലിയുടെ രണ്ട് മക്കൾ, ഈ രണ്ട് ദുർമാർഗികളായ രണ്ട് മക്കളും മരിച്ചുപോയി. ഈ വർത്തമാനം, പാളയത്തിൽ യുദ്ധസ്ഥലത്ത് വന്ന വർത്തമാനം ഏലി കൂട്ടരും പാർക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഏലിയുടെ മക്കളിൽ ഒരുവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അവൾ വീണ് കിടന്ന് പ്രസവിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ മകൻ ഒരു പ്രത്യേക പേര് കിട്ടും, ഈ ഖാബോദ് എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയി. മക്കൾ മരിച്ചു, പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് ഉമ്മറപ്പുഴയിൽ ഇരുന്ന ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് ഏലി പുരോഹിതൻ മരിച്ചു. ദൈവമഹത്വം ഇസ്രായേൽ നഷ്ടമായിപ്പോയി. പ്രിയമുള്ളവരെ, ക്രമമല്ലാതെ പെട്ടകവുമായി നടന്നതിന്റെ ശിക്ഷ, എങ്ങനെയും പെട്ടകത്തോട് അടുക്കാമെന്നുള്ള ചിന്ത ഇസ്രായേലിന്റെ പതനത്തിന് വലിയൊരു കാരണമായി തീർന്നു. അങ്ങനെ പെട്ടകം നഷ്ടപ്പെട്ടു. ഇന്നും എങ്ങനെയും ദൈവത്തിന്റെ പെട്ടകവുമായി പുതിയ നിയമ ആരാധനയുമായി പോകാമെന്ന ചിലരുടെയൊക്കെ ചിന്ത. പെട്ടകത്തെക്കുറിച്ച് പ്രമാണം അറിയാത്ത ആളുകളുടെ ചിന്തയതാ, നേതാക്കന്മാരുടെ ചിന്തയതാ, അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ ചിന്താഗതി അതാ. അതിന് കൂട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് വേദമാകാമെന്നുള്ള രീതി ഇന്ന് ആഗോള വ്യാപകമായി. എന്തിനാ, നമ്മുടെ കൊച്ചു കേരളത്തിലും അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലയിടത്തും. അങ്ങനെ പെട്ടകം പിടിക്കപ്പെട്ടു. അവിടുന്ന് അത് റിമ്മോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചു. അവിടെ ഇരുന്നതായ ആ വിഗ്രഹത്തിന് കേട് സംഭവിച്ചു. റിമ്മോന് അല്ലെങ്കിൽ അതിന്റെ ഫാനുകാർക്ക്, അവരുടെ പുറകെ നടന്നവർക്ക് കഷ്ടമായി തീർന്നു. അങ്ങനെ ആ പെട്ടകം അവിടെ നിന്നാണ്, റിമ്മോന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് അമിനദാബിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ.
സ്തോത്രം. കിര്യത്തെയാരീം നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവന്റെ മകനായ ഏലയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്തെയാരീമിൽ ആയിട്ട് ഏറെക്കാലം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗ്രഹമൊക്കെ യഹോവയോട് വിലപിച്ചു. 20 വർഷം അബീനാദാബിന്റെ ഭവനത്തിൽ ഈ പെട്ടകം വരുന്നു. എലയാസർ നമ്മൾ കേൾക്കുന്ന പേര് പരിശുദ്ധാത്മാവ് നിദർശനമായ ഒരു പേര് പോലെ. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം കാണുന്ന അബ്രഹാമിന്റെ ഭവനത്തിലെ കാരിസിന്റെ പേരാ, അല്ലെങ്കിൽ അതെ, അവിടുത്തെ കാരിസിന്റെ പേരാ എലയാസർ. ആ പേര് പിൽക്കാലത്തും പലർക്കും പേരിട്ട കൂട്ടത്തിലാണ് ഈ അബീനാദാബിന്റെ വീട്ടിലുള്ള അദ്ദേഹത്തിന് ജനിച്ച മകന് വിട്ട് പേര് എലയാസർ. അങ്ങനെ എലയാസറിനെ ശുദ്ധീകരിച്ചു. അദ്ദേഹമാണ് ഇപ്പൊ പെട്ടകത്തിന്റെ കാര്യപരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 20 വർഷം പെട്ടകം അവിടെ ഇരിപ്പാൻ ഇടയായി, ഏറെ കാലം ഇരിപ്പാൻ ഇടയായി. അതിനുശേഷമാണ് ദാവീദ് രാജാവായി. അതിന്റെ കാലക്കണക്കിൽ ഒരു പക്ഷേ ചില വ്യത്യാസം വന്നേക്കാം. അത് 20 വർഷം എന്നുള്ള കാര്യത്തിനകത്ത് അവിടെ 20 വർഷം ഇരുന്നു എന്ന് പറയുമ്പോൾ പെട്ടകം പിടിക്കപ്പെടുമ്പോൾ ശൗൽ രാജാവ് ഇല്ല. ശൗൽ രാജാവിന്റെ കാലത്ത് പെട്ടകം ഗണ്യമാക്കിയിരുന്നില്ല. ശൗൽ 40 വർഷം ഇസ്രയേൽ ഭരിച്ചു. അപ്പൊ ആ 40 വർഷത്തേക്ക് പെട്ടകത്തിന്റെ കാര്യം ആരും കണക്കാക്കിയത്. 40 വർഷത്തിന് ശേഷമാണ് ദാവീദ് രാജാവായി. ദാവീദ് രാജാവായി അത്രയോ ഏതാനും അടുത്ത ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ചിന്താഭാരം ഉണ്ടായിട്ട് പെട്ടകം എടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ ആ 20 എന്നുള്ളത് അച്ചടിപ്പിശകാണ് എന്നാണ് എൻ്റെ വചനം വെച്ചുള്ള കണക്കുകൂട്ടൽ. കാരണം കിര്യത്തെയാരീമിൽ അബീനാദാബിന്റെ വീട്ടിൽ പെട്ടകം ഏറിയ കാലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏറിയ കാലം. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് 20 എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ 20 അല്ല അത് ശരി. ശൗൽ 40 വർഷം ഭരിച്ചു. ആ സമയത്ത് ഗവനിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ മലയാളികളല്ലോ ഇത് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്ത് ശരിക്കും വിദേശികളും പിന്നെ ഒരു മേനോനും ഒക്കെ കൂട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് വന്ന എന്തോ ഒരു പെശകാണത്. ആ 20 നമ്മളൊന്ന് വിട്ടേറിയ അതിൽ ഏറിയ കാലം അവിടെ ഇരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ദാവീദ് രാജാവായപ്പോൾ ദാവീദ് രാജാവിന്റെ ഉള്ളിൽ വലിയൊരു കത്തലുണ്ടായി. ദാവീദിന് പറയുകയാണ്, ദൈവമേ, ഞാൻ ആടിനെ മേയിച്ച് കാട്ടിക്കിടന്നവനാ. എന്നെ അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് ഇസ്രായേൽ രാജസ്ഥാനത്ത് കൊണ്ടുവന്നു. എന്റെ സകലതിനും എന്റെ ഉറവുകളൊക്കെ നിന്നിൽ നിന്നു. സംഗീതക്കാർ നൃത്തം ചെയ്ത് ഒരുപോലെ പറയും, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഇത് ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ദൈവമേ, എന്നെ ഉയർത്തി ദൈവത്തെ ഉയർത്തേണ്ടത് മാനിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്നുള്ളത് ദാവീദിന് ബോധ്യമായതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു. എന്നാൽ ശൗലിന് ഈ ചിന്താഗതിയൊന്നും പോയില്ല. ഇന്ന് പലർക്കും അതുപോലെ. ദൈവത്തിലെ എന്നെ നിങ്ങളെ ദൈവമായ കർത്താവ് ഒരു ഭാഗത്ത് ഉയർത്തുമ്പോൾ, ഒരു സ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ, ആ ഭാഗത്ത് നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നില്ല എങ്കിൽ അതൊരു വലിയ ഒരു നന്ദികേടാണ്. എന്നാൽ ലോകമനുഷ്യൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മുടെ കേരളം ഭരിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, മുൻ മുഖ്യമന്ത്രിയാണ് അന്തരിച്ചുപോയ കെ കരുണാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹം. കേരളത്തിൽ തിരുവനന്തപുരം ഇപ്പം നാഗർകോവിൽ തൊട്ട് അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതമാണ്. തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം ഗുരുവായൂരേക്ക് ഒരു പ്രത്യേക ലൈൻ വലിച്ചു കൊണ്ടുപോയി. തൃശ്ശൂരിൽ നിന്നും മിനിറ്റുകൾ വെച്ച് ബസ് ഉള്ളപ്പോൾ അദ്ദേഹം അവിടേക്ക് ട്രെയിൻ വലിച്ചു കൊണ്ടുവരാൻ കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്റെ സകല ഉയർച്ചയ്ക്കും
അദ്ദേഹം തന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി തീരുവാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ ഈ പദവിയിലെത്തിച്ച ദൈവത്തെ മാനിക്കണമെന്ന് തീരുമാനിച്ച് അദ്ദേഹം എല്ലാ മാസത്തിന്റെയും മലയാള മാസം 1-ാം തീയതി കേരളത്തിൽ എവിടെ ഉണ്ടല്ലോ അവിടെ ചെല്ലുകയും അവിടേക്ക് പ്രത്യേകമായി ട്രെയിൻ പാത വലിക്കുവാനിടയായിട്ട് അദ്ദേഹത്തിന്റെ സർവ്വ കഴിവ് ഉപയോഗിച്ച് അത് ചെയ്തു. ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കാണുന്നിടത്തെല്ലാം ദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും വെച്ച് നടക്കാൻ കാരണം അദ്ദേഹത്തിന് അറിയാം തന്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു, വളർന്നു വന്നത് എങ്ങനെയായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ലോകത്തിൽ മറ്റു രാജ്യങ്ങളെക്കാൾ കിടപിടിക്കുന്ന വൻകിട ശക്തി രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ കാരണം മാനുഷികമായ യാതൊരു കഴിവൊന്നുമല്ല, ഈ ദൈവങ്ങളാണെന്ന് കരുതി അദ്ദേഹം ഭാരതത്തിൽ എമ്പാടും അമ്പലങ്ങളും വിഗ്രഹങ്ങളും തീർത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു ദൈവ പൈതലിന് ദൈവം ഉയർത്തി ഒരു സ്ഥാനത്ത് വന്നാൽ എന്നെ ദൈവം ഇവിടെ കൊണ്ടുവന്നു എന്ന ചിന്തയിൽ സർവശക്തനായ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് വളരെ ചുരുക്കമാണ്. എന്റെ അറിവിൽ ഞാൻ ഭാരതത്തിലെ ഒരു സുരക്ഷാ സേനയുടെ ഓഫീസിലെത്തുവാൻ ഇടയായി. ആ സുരക്ഷാ സേനയുടെ തന്ത്രപരമായ ഭാരതത്തെ സംരക്ഷിക്കുന്ന ഒരു സേനയാണ്. അതിന്റെ അതിവിശാലമായ ക്യാമ്പസിലെത്തിയപ്പോൾ അവിടുത്തെ ഒരു സേനാംഗത്തെ കാണാൻ ചെന്നതാണ്. ഞങ്ങൾക്ക് ഒന്നിരിക്കുവാനും ഒന്ന് പ്രാർത്ഥിക്കുവാനും ഒരു സാവകാശ സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനത് വേദനയോട് പറഞ്ഞപ്പോൾ ഞാൻ ഷെയർ ചെയ്തു. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ആ സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്നതായ ഒരു പെന്തക്കോസ്തുകാരനുണ്ടായിരുന്നു. ഞാൻ ഈ വിവരം അപ്പോഴത്തെ സേനാംഗത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, അന്ന് ആ സാറ് വിചാരിച്ചിരുന്നെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു 5 ഏക്കർ, കുറഞ്ഞത് 5 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലമെങ്കിലും വളച്ചു കിട്ടി പ്രാർത്ഥനയ്ക്ക്, ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥനയ്ക്ക് എന്ന പേരിൽ ഒരു സ്ഥലം കിട്ടിയേനെ. ഇന്ന് ഈ അതിവിശാലമായ കോമ്പൗണ്ടിൽ ബാക്കിയുള്ള ഭാരതത്തിലെയും അല്ലാത്ത എല്ലാ ദൈവങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു കൂട്ടർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമില്ല. മുൻകാലത്ത് അവിടെ ആദി വലിയ തസ്തികയിലിരുന്ന ആ മനുഷ്യൻ വിചാരിച്ചിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ ഒരു പ്രാർത്ഥനാസ്ഥലം ഉണ്ടാക്കാമായിരുന്നു എന്നാണ് ഈ പുതിയ ആള് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം എന്നെ നിങ്ങളെ ഒരു സ്ഥാനത്ത് ഉയർത്തുമ്പോൾ അവിടെ ദൈവത്തിനു വേണ്ടി തന്റെ ഭക്തന്മാർ നിമിത്തം ഉയർത്തുവാൻ ഒരു കൊടി അവിടെ ഉയർത്തിയിട്ട് പോയാൽ പിൻവരുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ, മുട്ടുമടക്കുവാൻ ഒരു അവസരം ഉണ്ടാകുന്ന കാര്യം ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. കഴുതയെ തേടിപ്പോയ ശൗല് രാജാവായപ്പോൾ ശൗല് ദൈവശബ്ദം കേട്ടു. സ്വന്തമായിട്ട് കാശ് കയ്യില്ലാത്തതുകൊണ്ട് വേലക്കാരന്റെ കയ്യിലെ കാശ് കൊടുത്ത ദൂത് കേട്ട ശൗൽ, ആ ദൂതിന്റെ പിന്നിൽ ഇസ്രായേൽ മക്കൾ അദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കാൻ വന്നപ്പോഴത്തേക്ക് ഓടി ഒളിച്ച ശൗൽ രാജാവായി തീർന്നപ്പോൾ എന്നെ ഉയർത്തിയത് ദൈവമെന്നും ആ ദൈവത്തിന്റെ പെട്ടകം ഈ നാട്ടിലില്ലെന്നുള്ള ചിന്ത ശൗലുണ്ടായില്ല. ശൗല് രാജാവായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. ദൈവിക വ്യവസ്ഥയെ അദ്ദേഹം അട്ടിമറിച്ചു. യോശുവയും കൂട്ടരും നൽകിയ ഉറപ്പിൽ ഒരു കൂട്ടം ആളുകൾ ഇസ്രായേൽ മക്കളുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളോടൊപ്പം താമസിച്ചിരുന്നു. അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് യോശുവയും കൂട്ടരും വാക്കുകൊടുത്താണ്. സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം നിങ്ങൾക്ക് ആരും ഒരു കേടും വരുത്തുകയില്ല, അഥവാ ആരെങ്കിലും കേടുവരുത്താമെന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുകയെന്ന് ഉറപ്പായ ഭക്ഷണം വാങ്ങി കഴിച്ച് തീരുമാനമെടുത്ത ഒരു കൂട്ടം ആളുകൾ ഇസ്രായേൽ മക്കളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു വെള്ളം കോരാനും വിറക് കിട്ടുന്നവരായിരുന്നുവെങ്കിലും യോശുവ നൽകിയ ദൈവോന്മാരുടെ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ശൗൽ രാജാവ് തന്റെ എരിവിൽ
അവരെ സംഹരിച്ചു കളഞ്ഞു. ദൈവം പറഞ്ഞ് അയച്ച സ്ഥലത്ത് ചെന്നിട്ട് സകലവും നിർമൂലമാക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ അതിനകത്ത് കൊഴുത്തതിനെ മേടുത്തതിനെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പുള്ളി പോരുന്നു. എന്നിട്ട് പറയാ, ദൈവത്തിന് യാഗം കഴിക്കാമോ? അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേരസിനേക്കാളും നല്ലതെന്നുള്ള പ്രമാണം കളഞ്ഞേച്ച് ദൈവത്തിന് ആരാധനയ്ക്ക് വേണ്ടി കൊഴുത്തതിനെ മേടുത്തതിനെ എല്ലാം കൊണ്ടുവരും. പ്രിയമുള്ളവരെ, ഇന്നും ഈ തലമുറയിൽ അതൊക്കെയാ പലരും നടക്കുന്നത്. അവിടുന്ന് ആരാധനാ മധ്യത്തിൽ കാള മുക്കറയിടുക, ആട് ശബ്ദം ഉണ്ടാക്കുക. കാരണം ആരാധനാ മധ്യത്തിൽ കയ്യടിയും പാട്ടും ആരാധന അന്യഭാഷ മുഴങ്ങുമ്പോൾ ഭാഷാന്യ പശുക്കൾ ശബ്ദം ഉണ്ടാക്കുക ആരാധന ഹോളിനകത്ത്. കാളകൾ നിലം മാന്തുക. അരക്കൈ ഉടുപ്പിട്ട് നടന്ന ആളുകൾ ഇപ്പൊ ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിയും ആക്രോശിക്കുകയുമാണ്. യോഗങ്ങൾ മാറ്റിവെക്കുകയാണ്. ആരാധനയെ തകിടം മറിക്കുകയാണ്. സകലവും ചെയ്ത് ആരാധന അലക്ഷ്യമാക്കാൻ കാരണം ശൗല് പിടിച്ചുകൊണ്ട് വന്ന കൊഴുത്തതും മെഴുത്തതും ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഒത്തിരിയുണ്ട്. കർത്താവ് കൊഴുത്തതിനെ മെഴുത്തതിനെയല്ല നോക്കുന്നത്. സ്തോത്രം. പ്രസംഗത്തിന്റെ ചാതുര്യത്താലല്ല, ജ്ഞാനത്താലല്ല, അതിന്റെ പോഷത്വത്താൽ ആത്മാക്കളെ വിടുവിക്കുന്നവനായ ദൈവം. ചെറിയ കാര്യം എളിയവനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കുന്ന ദൈവം. ഇതൊന്നും ഓർക്കാതെ ശൗല് തന്നെ ഉയർത്തി ദൈവത്തെ മറന്നുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിച്ചു. 2 വർഷമേ മര്യാദയ്ക്ക് ശൗല് ജീവിച്ചുള്ളൂ. ബാക്കി 38 വർഷവും ദുരാത്മാവ് പിടിച്ചവനായി പിച്ചും പേയും പറഞ്ഞ് അഭിഷക്തനെ കൊല്ലുവാൻ അഭിഷക്തന് പുറകെ നടക്കുന്ന ഒരു ദുരാത്മാവ് പിടിച്ച മനുഷ്യനായി ഭൂതബാധിതനായിട്ടാണ് ഈ 38 വർഷക്കാലം സിംഹാസനം തീരുന്നത്. ഇന്ന് പലരും സ്ഥാനങ്ങളിലും മാനങ്ങളിലും ഇരിക്കുന്നവർ കൊന്നും കൊല വിളിച്ചും മുടക്കിയും ഒടക്കിയും സ്ഥാനത്തും മാനത്തും ഇരിപ്പുണ്ട്. പക്ഷേ അഭിഷേകമുള്ളവൻ ദൈവമാക്കിയവർ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരിക്കുക. ആകട്ടെ 2 വർഷം സുബോധത്തോടെ സമയത്ത് പോലും ശൗൽ ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് ഓർത്തില്ല. ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ച് ഓർത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ, അല്ല, കിരീടവും ചെങ്കോലും കൈ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ശൗലല്ലാതായി മാറി. ആദ്യം പറഞ്ഞു തുടങ്ങിയാണ്, ഞാൻ എന്തുള്ളൂ ബെന്യാമിൻ ഗോത്രത്തിൽ, ഞാൻ എന്തുള്ളൂ ബെന്യാമിൻ ഗോത്രം ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയ ഗോത്രമാ, അതിൽ നിന്ന് എന്നെ തിരഞ്ഞെടുപ്പാൻ എന്തുള്ളൂ എന്നൊക്കെ ആദ്യം ഭംഗിമാക്കി പറഞ്ഞ പുള്ളിയാ. പക്ഷെ കിരീടവും ചെങ്കോലും കൈ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മട്ടും മാതിരിയെല്ലാം അങ്ങ് മാറി. സ്തോത്രം. എന്നാൽ ആട്ടിടയനായ ദാവീദ് രാജാവായി തീർന്നപ്പോൾ ആദ്യം ഓർത്തത് ദൈവത്തിന്റെ പെട്ടകത്തെ കുറിച്ചാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും വായിക്കാം. രണ്ട് ശമൂവേൽ നമ്മൾ വായിച്ചതായിരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. നിവാസികൾ വന്ന് യഹോവയുടെ പെട്ടകം എടുത്തേക്ക്. 3 വായിച്ച്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെ. ദാവീദ് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. 2 ശമൂവേൽ 6-1. 2 ശമൂവേൽ 6. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി അവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ശൗലിന്റെ കാലത്ത് നമ്മൾ അതിനെ ഗണ്യമാക്കിയില്ല. ഞാനിതാ ഇവിടെ താമസിക്കുന്നു. എന്നെ ഉയർത്തിയ
13:3. 1:13 ഒന്ന് വായിക്കും. സ്റ്റോപ്പ്. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ ഒന്ന് വായിക്കട്ടെ. 1:13 13:3. 13:3. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കി. നാം എന്ന് പറഞ്ഞ അന്ന് ദാവീദുണ്ട്. ഇസ്രായേൽ മക്കളായ നാം അതിനെ ഗണ്യമാക്കിയില്ല, അതിന് വില കൊടുത്തില്ല. അപ്പൊ ശൗലിന്റെ കാലത്താണെങ്കിൽ 40 വർഷം ശൗല് ഭരിച്ചു. അങ്ങനെയാണെങ്കിൽ 20 എന്നറിഞ്ഞിരിക്കുന്നതിനകത്ത് ചെറിയൊരു പെശകുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം മുഴുവൻ പെശകാണ്, ഇത് കോൺട്രഡിക്റ്റ് ആണ് ചിന്തിച്ചാരും പൊക്കളയണ്ട. സ്തോത്രം. ശൗലിന്റെ കാലത്ത് നമ്മൾ അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഇപ്പോൾ ദാവീദ് ഗണ്യമാക്കാൻ ഇറങ്ങിയിരിക്കുക. അങ്ങനെ വന്ന ദാവീദ് ചെയ്ത കാര്യമാണ് 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. സ്റ്റോപ്പ്. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിനെ ഒരു കൂടാരവും അടിച്ചു. അന്ന് ദാവീദ് ലേവ്യരല്ലാതെ ആരും ദാവീദ് ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യം ഒന്ന് ഇദ്ദേഹം പെട്ടകം എടുക്കാൻ വേണ്ടി പോയി. അതാണ് 1 ദിനവൃത്താന്തം 13-ാം അധ്യായത്തിൽ കാണുന്നത്. 1 ദിനവൃത്താന്ത പുസ്തകം 13-ാം അധ്യായം 1-3 വായിച്ചട്ടെ. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവ്വസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവുമാകുന്നുവെങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലായിടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ട. ഇതേ ഭാഗം 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. 2 ശമൂവേൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, ഉപദേശത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഉപദേശപരമായി പോകുമ്പോൾ ഒരുപക്ഷെ ദൈവത്തിന്റെ കേൾവി നമുക്ക് ഇമ്പമായി തോന്നുകയില്ല, വരത്തില്ല. പലപ്പോഴും നമ്മുടെ നഷ്ടത്തിന്റെയും കഷ്ടത്തിന്റെയും വിഷയത്തിന്റെയും പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്താണെന്ന് അന്വേഷിച്ച് പോകാമെങ്കിൽ അവിടെ എല്ലാം നാം എത്തിച്ചേരുന്നത്, അതിന്റെ ഒടുവിൽ എത്തിച്ചേരുന്നത് ദൈവത്തിന്റെ പ്രമാണമായിട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. വായിച്ചാട്ടെ. 2 ശമൂവേൽ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം ദാവീദ് ഇസ്രായേലിൽ നിന്ന് സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി. 1 ദിനവൃത്താന്തം 13:4 പറഞ്ഞു ദൈവത്തിന്റെ പെട്ടകം നമ്മൾ കാര്യമാക്കിയില്ല. അപ്പൊ ദൈവത്തിന്റെ പെട്ടകം കാര്യമാക്കാതിരുന്നപ്പോൾ ഇവിടെ വായിക്കാണ് 6-ാം അധ്യായം 1-ാമത്തിൽ സകല വിരുദ്ധന്മാരുമായി 30,000 പേരെ കൂട്ടിവരുത്തി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പെട്ടകം ബാലെ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടുപോയി. സകല വിരുദ്ധന്മാരുമായി ദിനവൃത്താന്തങ്ങൾ പറഞ്ഞ സഹസ്രാധിപന്മാർ, ദേശത്തിലെ പൗരപ്രമാണിമാർ, പുരോഹിതന്മാർ എന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുക. അങ്ങനെ പോയപ്പോൾ അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. കിര്യത്ത്യാരീമിലെ അബീനാദാമിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം അവർ ആഘോഷപൂർവ്വം എടുത്തു, ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. എന്നിട്ട് അതുമായിട്ട് യെരുശലേമിലേക്ക് വരികയാണ്. ആ വരുന്ന വഴി വളരെ സന്തോഷത്തോടും ചെലവ് ചെയ്ത ദാവീദ് അത് കൊണ്ടുവരുന്നു. നമുക്ക് വായിക്കുമ്പോൾ കുന്നിന്മേലുള്ള അബീനാദാമിന്റെ പുത്രന്മാരായ ഉസയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. വണ്ടി കൊണ്ടുപോയി വണ്ടിയില് പെട്ടകം കയറ്റി വെച്ചു. ഈ കഴിഞ്ഞ നാളുകളെല്ലാം പെട്ടകത്തെ ഉരുമി നടന്ന് ആ തരത്തിൽ നടന്നതായ ഉസയും അഹിയോയും വണ്ടിയുടെ മുന്നിൽ നടന്ന് അതിനെ തെളിക്കുവാൻ നടത്തുവാൻ തുടങ്ങി. ആനയുടെ കൊമ്പിൽ പിടിച്ച് ആനക്കാരൻ നടക്കുന്ന പോലെ മറ്റൊന്നും പാകെ ഈ വലിയ ജീവിയുടെ മുമ്പിൽ കൊമ്പെ പിടിച്ച് നടക്കുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ ഇവിടെ ഇതാ ഉസയും അഹ്യോയും ദൈവത്തിന്റെ പെട്ടകം തെളിക്കാൻ തുടങ്ങി. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ
അഹിയോ പെട്ടകത്തിന് മുമ്പായി നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദിത്രങ്ങൾ കിന്നരം വീണ മുരജം കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു വരിക. ദൈവത്തിന്റെ പെട്ടകം ഇത്ര നാൾ അന്യദേശത്തിരുന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. സന്തോഷം അത്യുച്ച അവസ്ഥയിലെത്തി, സ്ഥായിലെത്തി, പാടി ആരാധിച്ച് തിമിർത്ത് വരിക. പെട്ടകം കൊണ്ട് യുദ്ധത്തിന് പോയതുപോലെ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങോട്ട് പോയപ്പോഴും പെട്ടകം കൊണ്ട് യുദ്ധഭൂമി ചെന്നപ്പോഴത്തേക്ക് അവർ ആർത്തു, ഭൂമി കുലുങ്ങുമാർ ആർത്തു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ആർപ്പിന്റെ ശബ്ദം കേട്ട് ഫിലിസ്ത്യർ പറഞ്ഞു, എന്താ നടക്കുന്നത്? അവർ പറഞ്ഞു, നിങ്ങൾ നോക്കുക, അവരുടെ പെട്ടകമൊക്കെ വന്നാൽ ശരിയെന്നേ, അവർ തോറ്റപ്പോൾ നമ്മൾ തോക്കണ്ട, അവരെ പിന്നെയും തോൽപ്പിക്കണം എന്ന് പറഞ്ഞാണ് അവരെയും തോൽപ്പിച്ച് പെട്ടകം പിടിച്ചോണ്ട് പോയത്. അന്നും പെട്ടകം കൊണ്ടുപോയി ഭയങ്കര ആർപ്പോടാ പോയത്. ഇപ്പം ജയിച്ചോണ്ടിരുന്നത് ഒന്നും നടന്നില്ല. പെട്ടകം പോയത് മിച്ചം, ദൈവമഹത്വം ആദ്യം പോയത് മിച്ചം. ആയതുപോലെ തന്നെയാണ് ഇപ്പോഴും പെട്ടകം കൊണ്ടുവരുന്നത്. കൊട്ടുണ്ട്, വാദ്യമുണ്ട്, മുരജമുണ്ട്, തപ്പുണ്ട്, താളമുണ്ട്. പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് ദാവീദ് പൂർണ്ണ ശക്തിയോടെ ആരാധിക്കുക. പ്രമാണപ്രകാരം അല്ലെന്നേ ഉള്ളൂ. പാട്ടിനും ആട്ടത്തിനും കൊട്ടിനും അന്യഭാഷയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. പ്രമാണപ്രകാരം അല്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഒടുവിൽ എന്താ സംഭവിച്ചത്? വന്നപ്പോ അവർ നാഹോന്റെ കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സാ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം. കാള വിരണ്ടു, ദൈവത്തിന്റെ പെട്ടകവുമായി വരിക. കാള ഇതൊന്നും കേട്ടിട്ടില്ല. ചില ഉത്സവത്തിനുള്ള കതിന പൊട്ടിക്കുമ്പോ ആന വിരളുന്ന പോലെ. സ്തോത്രം. വലിയ പൂരങ്ങൾ നടക്കുമ്പോൾ അതുവരെ മുമ്പിൽ നിന്ന് ആനകളെ ഒന്നും 7 ഇല തീർത്തുകയല്ല. വെടിശബ്ദം കേൾക്കാത്ത ദൂരെ എവിടെയും കൊണ്ട് തളയ്ക്കും. ഈ വെടിശബ്ദം കേട്ട് ആന വിരളാതിരിക്കാൻ. അതുപോലെ കുതിരകളെ, മൃഗജാലങ്ങളെയൊക്കെ മാറ്റിവെച്ചാണ് വലിയ പരിപാടികൾ നടത്തുന്നത്. ഇവിടെ ഇതാ ഈ കൃപ നഷ്ടപ്പെട്ട പണം കൊണ്ട് കണ്ണു മങ്ങിപ്പോയ ദാവീദിന്റെ ഉപജാതവൃത്തമായി മാറിയ വിരുദ്ധന്മാരും ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട്, ദൈവപ്രമാണത്തിനല്ല ആരാധനയെങ്കിലും പാട്ടിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരു കുഴപ്പമില്ല, അത്യുച്ച നാദമുള്ള കൈത്താളങ്ങളോട് ആരാധിച്ച് അടിച്ച് തിമിർത്ത് വരിക. സ്തോത്രം. ഒരു ദൈവപ്രവൃത്തി അവിടെ ഇല്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ അനുഗ്രഹം വരേണ്ടത് പകരം കാളമൊക്കെ വരണ്ടു വിഷയമായി. അഹ്യോ മുമ്പിലായിരുന്നു, അദ്ദേഹം മുന്നിൽ നടക്കുക, ഞാൻ ഏതാണ്ട് ക്യാമനാന്ന് പറഞ്ഞു. എന്നാൽ ഈ ഉസ്സായായിരുന്നു അല്ലെങ്കിൽ വണ്ടിയോട് ചേർന്ന് നടന്നു. വന്ന് നോക്കപ്പോണ്ടാ പെട്ടകം മറിഞ്ഞു വരുന്നു. കാള വരണ്ടപ്പോൾ വണ്ടിയിൽ നിന്ന് പെട്ടകം ചാടി പുറത്ത് ചാടുക. അയ്യോ താഴെ പോകല്ലേ എന്ന് പറഞ്ഞ് ആ ഭോഷൻ കേറി പെട്ടകത്തിന് കൈ കൊടുത്തു. അവൻ അവിടെ വീണ് മരിച്ചു. പ്രിയമുള്ളവരെ, ഭൂമി എന്ന മഹാത്ഭുതം അത് ഗോളാകൃതിയിലാണ്. ഒരു സാങ്കല്പികമായ അച്ചുതണ്ടിന്മേൽ അത് നിൽക്കുന്നു. അത് കറങ്ങിക്കൊണ്ടിരിക്കുക. ചരിഞ്ഞു വീഴാതെ, നിലംപരിചാകാതെ ഭൂമിയെ അച്ചുതണ്ടിന്മേൽ കറക്കുന്ന ദൈവം. ഭൂമി മാത്രമല്ല, സൂര്യൻ, ഗ്രഹങ്ങൾ ഇതെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുക. ഇതൊന്നും താഴെ വീഴുകയോ കൂട്ടിമുട്ടുകയോ മറ്റൊന്നും ചെയ്യാതെ എല്ലാം അതതിന്റെ ഭ്രമണഫലത്തിൽ ചലിപ്പിക്കുന്ന മഹാദൈവത്തിന്റെ പെട്ടകം. ആ ദൈവത്തിന്റെ സാന്നിധ്യം താഴെ വീഴാൻ ദൈവം സമ്മതിക്കുമോ? സ്തോത്രം. ദൈവം തന്നെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ആ ഭോഷൻ കയറി പിടിച്ചു, അവിടെ വീണ് മരിച്ചു. അവിടെ നാം കാണുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് യൂദ പറഞ്ഞത്, നമ്മുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. ഇഷ്ടം പോലെ പുതിയ നിയമ സഭയുമായിട്ട് ആരും പോകരുത്. തലമുറ മാറിയതുകൊണ്ടും ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, സംസ്കൃതം തുടങ്ങി ഭൂലോകത്തുള്ള സകലമാന ഭാഷ കൈകാര്യം ചെയ്യുമെന്നും മലയാളം പറഞ്ഞ മാതൃഭാഷ പറയണമെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യമുള്ള നേതാക്കന്മാർ നമ്മുടെ കേരളം, ഭാരതത്തിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ധനം മൂത്ത്, വിദ്യാഭ്യാസം മൂത്ത്,
ദൈവത്തിന്റെ പെട്ടകം അല്ലെങ്കിൽ പുതിയ നിയമ ആരാധന തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോയാൽ ഉസായെ ഒരു കാര്യം ഓർത്തോണം, പെട്ടകത്തിന് അനാവശ്യമായി കൈ കൊടുത്താൽ, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് അനാവശ്യമായി കൈ കൊടുത്താൽ സംഗതി പാളും. സ്തോത്രം, സംഗതി പാളും. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ഉസാ ഛേദിക്കപ്പെട്ടു പോയി, അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദ നിമിത്തം ദാവീദിന് വ്യസനമായി. അതുവരെ കൈയടിച്ച് പാട്ടുപാടി ആരാധിച്ചു വന്ന ആള് ഇപ്പൊ വ്യസനിക്കുക. ഹൃദയ സന്തോഷം കൊണ്ട് സന്തോഷിച്ചെങ്കിലും എന്തില്ലായിരുന്നു. ഞങ്ങളോടൊപ്പം ഞാനായിരുന്ന യാക്കോബായ പള്ളിയിലായിരുന്ന ഒരമ്മ, വിശ്വാസികൾ. ആ അമ്മച്ചി പറഞ്ഞ, സക്കറിയ, ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലായത്. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആത്മത്തിനൊന്നും കിട്ടിയില്ല. കൂദാശ കണ്ടു, കൂദാശ ചൊല്ലി, കൂദാശികൾ കൂടെ സഹകരിച്ചു, കൂദാശയോടൊപ്പം നിന്നു. കൂദാശകൾക്കൊപ്പം കുറേലൈസനും ആമീനും പറഞ്ഞു. ആമീനല്ല, കൂടുതലും കുറിയലൈസനാ പറഞ്ഞത്. സുറിയാനിയും ചൊല്ലിയെങ്കിലും ഈ ചൊല്ലി പിടിപ്പിച്ചതല്ലാതെ. എന്നാൽ ഇവിടെ വന്നപ്പോൾ വലിയ ചൊല്ലുമില്ല. ഒരു പാട്ട് തന്നെ 5-8 പ്രാവശ്യം പാടുക. ഒരേ വരി തന്നെയാണ് വീണ്ടും വീണ്ടും പാടുന്നത്. അത് കരമടിച്ച് പാടുമ്പോൾ ആത്മത്തിന് എന്തൊരു സന്തോഷമാണ്. സ്തോത്രം. ദൈവത്തിലെ യഥാർത്ഥ ദൈവത്തിന് പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസനായിരിക്കുമ്പോൾ പാടിയ ഒരു പാട്ടിന്റെ വരികൾ തന്നെയായിരിക്കും പിന്നെയും പാടുന്നത്. വേറെ പാട്ടില്ലാഞ്ഞിട്ടില്ല. ആ പാട്ട് പാടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവവുമായി ബന്ധമുള്ളവന്റെ ആത്മത്തിനകത്ത് അവന്റെ ആത്മാവും ദൈവാത്മാവുമായി ബന്ധപ്പെടുക, സന്ധിക്കുമ്പോൾ പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. സ്തോത്രം. ദാവീദ് ചാടി തുള്ളിയപ്പോഴും ദാവീദിന് ഇപ്പം വ്യസനമായപ്പോൾ ദാവീദ് ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപിച്ചത്? ആ സ്ഥലത്തിന് പേര് ഉസ്സാ എന്ന പേര് വിളിച്ചു. അത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു, ദൈവത്തെ പേടിച്ചു. ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ പരിപാടിയെല്ലാം കാണിക്കുന്നത്. അടുത്തതോ, യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടുവെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്യനായ ഓബേദെദോമിന്റെ ഭവനത്തിൽ കൊണ്ടുവച്ചു. ഹിത്യനാണ്, യെരൂശലേംകാരനല്ല പുള്ളി. ഹിത്യനായ ഓബേദെദോമിന്റെ ഭവനത്തിൽ കൊണ്ടുവയ്ക്കുവാൻ ഇടയായത്. പേടിച്ചുപോയി. ഈ പെട്ടകം എന്റെ അടുത്ത് ഞാൻ എങ്ങനെ കൊണ്ടുവരും? എന്നാൽ അവിടെ എത്തിയ ശേഷം 2 ശലോമോന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഹിത്യനായ ഓബേദെദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഹിത്യനായ ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം അവിടെ ഇരുന്നു. യഹോവ ഓബേദെദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. 3 മാസമേ അവിടെ നിന്നുള്ളൂ. അത് എണ്ണി പറയുകയാണെങ്കിൽ ശരിക്കും 90 ദിവസം. അത് ഫെബ്രുവരി മാസം ഉണ്ടെങ്കിൽ 90 ആയിട്ടില്ല. 90 ദിവസം ശരിക്കും ആ വീട്ടിലിരുന്നില്ല. പക്ഷേ ആ ഭവനത്തിൽ അതിരുന്ന നിമിത്തം, അതിനെ നോക്കേണ്ടതുപോലെ നോക്കിയ നിമിത്തം, പെട്ടകം നിമിത്തം ദൈവം ഓബേദെദോമിനെയും തന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ദാവീദ് അന്ന് മുതൽ ആളെ വിട്ടുകൊണ്ടിരിക്കുക, സ്പൈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുക, ചാരന്മാരെ വിട്ട്. ഓബേദെദോമിനും കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ പെട്ടകം കൊണ്ട് വന്ന് എനിക്ക് എന്റെ കൂടെയുള്ള ആളെ അത് മരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും കൊണ്ടുവന്ന് കൊടുക്കുന്ന വർത്തമാനം വ്യത്യസ്തമായിരുന്നു. സമയം മുന്നോട്ട് പോകാൻ ഇന്ന് ഇത് മൊത്തം തീർക്കാൻ സാധിക്കുക വെച്ചാൽ അടുത്ത പ്രാവശ്യം എന്റെ ബാക്കി പറഞ്ഞോളെങ്കിലും എന്നോട് ചേർത്ത് പറയട്ടെ. മനുഷ്യർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓബേദെദോമിന്റെ കുടുംബത്തെ ദാവീദ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. ഉസ്സായ്ക്ക് സംഭവിച്ചത് അവിടെ ആർക്കും സംഭവിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ കരിങ്കൊടി ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ നിർത്തിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും ദൈവമേ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഓരോ ദിവസത്തെ വർത്തമാനം കേൾക്കുന്നത്
ദൈവം ഓബേദെദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു, മക്കളെ അനുഗ്രഹിച്ചു, തനിക്കിത് വ്യത്യാസം വരുത്തി എന്നുള്ള കാര്യം കേട്ട് ദാവീദിനെ ഇരിക്കപ്പെടുത്തിയില്ലാതെ അങ്ങനെ 90 തികയുന്ന മുമ്പേ പുള്ളി അതുകൊണ്ട് പോയത്. പ്രിയമുള്ളവരെ, ഇതിനോട് ചേർന്ന് സംഭവം പറയട്ടെ. ഒരു പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ പിതാവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ പോലീസ് ക്വാർട്ടേഴ്സിന്റെ മറുഭാഗത്ത് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് തന്നെയുള്ളതായ വേറൊരാൾ, അദ്ദേഹത്തിന്റെ മകൻ പിൽക്കാലത്ത് KCBയിലെ ഒരു ഓവർസിയറായി മാറി. ഞാൻ എൻ്റെ വിദ്യാഭ്യാസാനന്തരവും മറ്റിതര കാര്യങ്ങളിൽ കഴിഞ്ഞ് അങ്ങനെ KCBയിലെ അദ്ദേഹം ഓവർസിയറായിരിക്കും സമയത്ത് ആ സെക്ഷനിലുള്ളതായ ആന്റണി എന്ന് പറഞ്ഞൊരാളെ എനിക്ക് കാണേണ്ടി വന്നു. ഞാൻ അങ്ങനെ ആ സെക്ഷൻ ഓഫീസിൽ ചെന്നു. സെക്ഷൻ ഓഫീസ് ചെന്നപ്പോൾ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ ഈ ഓവർസിയറുടെ റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുക. നോക്കുമ്പോൾ ശശി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഞങ്ങൾ ശശികണ്ണനെ വിളിക്കും. ആ ചേട്ടനകത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഇത് നമ്മുടെ മാധവൻ സാറിന്റെ മോനില്ലേ, മാധവൻ മാമൻ അങ്കിളിന്റെ മകനാണല്ലോ ശശി എന്ന്. ഞാൻ ശശിയണ്ണ പറഞ്ഞു, എന്നെ വിളിച്ചോടാ തമ്പിക്കുട്ടി, എന്റെ പഴയ പേര്, നീ എന്തിനോട് വന്നു? ഞാൻ പറഞ്ഞു, അത് പിന്നെ പറയാം അണ്ണനോടെ, ഞാൻ ഓവർസിയറാണ്. അത് ശരി, കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് എന്നെ കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെന്തിക്കോസിലാന്ന് പറഞ്ഞു. അപ്പൊ നീ ഇവിടെ എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു, ഇവിടെ ആളുണ്ട്, ആന്റണി എന്നാണ് പേര്, അദ്ദേഹത്തെ കാണാമെന്നാണ്. അദ്ദേഹം ശശി എന്ന അദ്ദേഹം ഓവർസിയറാണ്. ഇവിടെ 2 ആന്റണിമാരുണ്ട്, അതിൽ ഏത് ആന്റണി അതിന് കാണേണ്ടത്? അതിലൊരാള് ഒരാന്റണി പെന്തക്കോസിൽ പോയി നന്നായ ഒരു ആന്റണി ഉണ്ട്. അപ്പോൾ തന്നെ ആന്റണി എന്നാണ് പേരെങ്കിലും മദ്യപാനിയായി ഞങ്ങൾക്കൊരു സ്വസ്ഥത തരാത്ത പ്രശ്നക്കാരനായ നശിച്ച ഒരു ആന്റണിയുണ്ട്. നിനക്ക് ഏത് ആന്റണിയെ കാണണം? ഞാൻ പറഞ്ഞ പെന്തിക്കോസിൽ പോയി നന്നായ ആന്റണിയെ കാണണം. ഹൈന്ദവനായ ഓവർസിയർ പറയുകയാണ് പെന്തക്കോസിൽ പോയപ്പോൾ അദ്ദേഹം നന്നായെന്ന്. ആ ഒബ്സർവേഷൻ, ആ കാഴ്ചപ്പാട് ദാവീദും പ്രാപിച്ചു. ഓബേദെദോമിന്റെ ഭവനത്തിൽ ഇരുന്നതുകൊണ്ട്, പെട്ടകം ഇരുന്നതുകൊണ്ട് ഓബേദെദോമിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ലഭിച്ചതുകൊണ്ട് ദാവീദ് പെട്ടകം എടുക്കാൻ വേണ്ടി പോവുക. അങ്ങനെയെങ്കിൽ പെട്ടകം എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പോയ ഭാഗം നമ്മൾ വായിക്കുന്നു. അതിന്റെ അടുത്ത വായിച്ചു 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 11 മുതൽ. 2 ശമൂവേൽ 6-ാം അധ്യായം 11 മുതൽ. യഹോവയുടെ പെട്ടകം നിത്യനായ ഓബേദെദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദെദോമിന്റെ കുടുംബത്തെ അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചുവെന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട ദൈവത്തിന്റെ പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവനൊരു കാളയെയും കടുപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട്, അവിടെ ദാവീദ് പറഞ്ഞൊരു വിഷയമുണ്ട്. ഇപ്പോൾ 2 ദിനവൃത്താന്തപുസ്തകം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 2 ഭാഗത്ത് ശമൂവേലിന്റെ ദിനവൃത്താന്ത പുസ്തകവും ശമൂവേലിന്റെ പുസ്തകത്തിലുമാണ് ഈ ഭാഗങ്ങൾ കിടക്കുന്നത്. ഓക്കെ, 1 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കും. അവൻ തനിക്ക് ദാവീദിന്റെ നഗരത്തിൽ അരമനകളെ ഉണ്ടാക്കി ദൈവത്തിന്റെ പെട്ടകത്തിനായി ഒരു സ്ഥലം ഒരുക്കി അതിന്റെ ഒരു കൂടാരം അടിച്ചു. അന്ന് ദാവീദ്, ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല, അവരെയല്ലോ ദൈവത്തിന്റെ പെട്ടകം ചുമക്കുവാനും തനിക്ക് എന്ന് ശുശ്രൂഷ ചെയ്യുവാനും യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത 13-ാമത്തെ വാക്യം. നിങ്ങൾ തന്നെ അത് ചെയ്യായക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലോ അന്വേഷിച്ചത്. സ്തോത്രം. ഇപ്പോൾ ദാവീദ് പറയുകയാണ്, എന്ത് ചെയ്യണ്ട? ലേവ്യരല്ലാതെ ആരും അത് ചുമക്കണ്ട. ഒരു ഛേദം വന്നപ്പോൾ, ഒരു നഷ്ടം വന്നപ്പോഴാണ് ദാവീദ് ഒരു കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം, ഞാൻ കഷ്ടതയിലായത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഈ ഗുണമായി എന്ന്.
ഉസ്സ നഷ്ടപ്പെട്ടപ്പോഴാണ് ദാവീദ് മനസ്സിലായത് പെട്ടകം കാളവണ്ടിയിലല്ല കയറ്റേണ്ടത്. സൗകര്യമായപ്പോൾ, പണമായപ്പോൾ, പദവി വന്നപ്പോൾ, ഡിഗ്രി വന്നപ്പോൾ, സംഗതിയെല്ലാം വല്ലാതായപ്പോൾ പെട്ടകം കൊണ്ടുവരേണ്ട പോലല്ലാതെ വന്നതുകൊണ്ടാണ് ആദ്യം ഛേദമുണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടകം എടുക്കാൻ പോയപ്പോൾ ബിരുദന്മാരെയും കൊണ്ടല്ല പോയത്, ലേവ്യരെയും കൊണ്ടാണ്. എങ്കിലും അദ്ദേഹം ഇടയ്ക്ക് ലേവ്യർക്ക് ഒരു കുത്തു കൊടുക്കുന്നുണ്ട്. അതിന്റെ 12ാമത്തെ വാക്യം വായിക്കും, നിങ്ങൾ 10 മുതൽ വാക്യം. ഉസ്സീയേലിൽ പ്രധാനിയായ അമ്മീനാദാബിനെയും അവന്റെ സഹോദരന്മാരായ 112 പേരെയും തന്നെ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബ്യാഥാരിനെയും ഊരിയേൽ, അസായാവ്, യോവേൽ, ശെമയ്യാവ്, ഏലിയേൽ, അമ്മീനാദാബ് എന്നീ ലേവ്യരെയും വിളിപ്പിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിനെ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായതുകൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. സ്തോത്രം. അല്ല ദാവീദേ ചോദിച്ചായിരുന്നു, ബിരുദന്മാരെയും സഹസ്രാധിപന്മാരെയും കൂട്ടി വരുത്തിച്ച് അവരോടല്ലേ ആലോചന ചോദിച്ചാൽ നമുക്ക് പോയി പെട്ടകം കൊണ്ടുവരണ്ടാണ്. അന്നേരം പറഞ്ഞു, അതേ തിരുമേനി കൊണ്ടുവരണം, മന്നമേന്ദ്രായി വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പറഞ്ഞു നമുക്ക് കൊണ്ടുവരണം, പെട്ടകം കൊണ്ടുവരണം. കർത്തൃമേശ നടന്നത് സമുദായക്കാരെ പോലെ 33 കുർബാന പോലെ 25 കുർബാന ചൊല്ലണമെന്ന രീതിയിലാക്കിയതാരാ? ദൈവദാസന്മാരോട്, അഭിഷേകമുള്ളവരോട്, ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരോട്, ആരാധിക്കുന്നവരോട് ചോദിച്ചിട്ടാണോ ഇന്ന് കാണിക്കുന്ന പേക്കൂത്തെല്ലാം കാണിച്ചു വെക്കുന്നത്? ഇപ്പോൾ ദാവീദ് പറയാണ്, നാം അവനെ നിയമപ്രകാരമല്ല അന്വേഷിച്ചത്. തൊട്ടു മുമ്പിൽ വായിക്കുന്നത്, ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യണമായിരുന്നു. എന്റെ ഭാഗത്ത് തെറ്റു വന്നു, നിങ്ങൾ എന്നെ ഓർപ്പിക്കണമായിരുന്നു. സ്തോത്രം. ഇവിടെ സമയം അവസാനിക്കുന്ന ഭാഗം അവസാനിക്കുന്ന ദൈവം വെച്ചാൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ബാക്കി ചിന്തിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം ഇന്ന് പലരും ദൈവത്തിന്റെ ആരാധന ശുശ്രൂഷ എല്ലാം തകടം മറിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവിക പ്രമാണപ്രകാരമല്ല, ദൈവം കൊടുത്ത വ്യവസ്ഥപ്രകാരം, പുതിയ നിയമ പ്രമാണപ്രകാരമല്ല ഇന്ന് ഈ കാണുന്ന പലയിടത്തും കാണുന്ന ജനറൽ, ലോക്കൽ, സെന്റർ, സെക്ഷൻ, ഡിസ്ട്രിക്ട് തലങ്ങളിൽ ആരാധന നടക്കുന്നത്. ദൈവത്തിന്റെ ന്യായവിധി വരുന്നുണ്ട്. അതിനുമ്പ് രക്ഷപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിയമപ്രകാരം, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം, വചനപ്രകാരം കർത്താവിന്റെ പെട്ടകെടുക്കുവാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വാക്കിലും നോട്ടത്തിലും പ്രവർത്തിയിലും വന്ന കുറവുകൾ, കുറ്റങ്ങൾ കർത്താവെ ക്ഷമിക്കണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ പെട്ടകെടുപ്പാൻ എന്നെയും എനിക്കുള്ള സഹായിക്കണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, നല്ല സമയത്തിനായ അങ്ങേ വാഴ്ച കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി കടന്നു വരേണ്ടതാണ്. കുറവുകൾ ഓർക്കരുതേ, കുറ്റങ്ങൾ ഓർക്കരുതേ, അടികൾ മൺപൊടികളാണെന്ന് ഓർക്കണമേ. വചനത്തെ ശുദ്ധീകരിക്കണമേ. ഇന്നും വചനം കേട്ട പ്രിയപ്പെട്ടവർ, ഇനി കേൾക്കുന്നവർ കർത്താവെ യഥാസ്ഥാനപ്പെട്ടവർ ആ സംഗതിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശദീകരിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. എക്സോഡോസ് മീഡിയ മിനിസ്ട്രിക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ വാഴ്ത്തുന്നു. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിച്ചാണ്. പാസ്റ്റർ ബാബു മാത്യു, അദ്ദേഹത്തുള്ള പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിച്ച മഹത്വം അങ്ങേക്ക് തീർന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒരുപോളം കൃപയിൽ പൊതിഞ്ഞാട്ടും. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവിന്റെ വലിയ നാമത്തെ താഴ്മയോട് അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ പിതാവ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം വെച്ചാൽ വീണ്ടും കാണാം. പ്രൈസ് ദി ലോർഡ്.